പ്രിയമുള്ളവരെ, വചനജ്വാല 1710 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 7 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസ വണക്കം 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീ പ്രവാസികളുടെ അടുത്തേക്ക്, നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി, കർത്താവിന്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഒരു ഭൂകമ്പത്തിൻ്റെതു പോലുള്ള ഒരു ശബ്ദം എന്റെ പിന്നിൽ ഞാൻ കേട്ടു. ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിന്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത്. ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്തെന്നാൽ ദൈവത്തിന്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു. തെൽ അബീബിൽ കേദാർ നദീ തീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി. അവരുടെ ഇടയിൽ സ്തബ്ധനായി 7 ദിവസം ഞാൻ കഴിച്ചു. 7 ദിവസം കഴിച്ചപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും. അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ദുഷ്ടനെ നീ ശാസിച്ചിട്ടും അവന്റെ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തന്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാനിടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തന്റെ പാപനിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവന്റെ രക്തത്തിന് ഞാൻ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന് നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. അവിടെ കർത്താവിന്റെ കരം എന്റെ മേൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോകുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി. ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ നിൽക്കുന്നു. കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമഴ്ന്നു വീണു. ആത്മാവിനിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് സംസാരിച്ചു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ വീട്ടിൽ പോയി കതകടച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടപ്പെടും. നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ചേർത്ത് ഒട്ടിച്ചു നിർത്തും.
അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റോസ് വെനേറീനിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഇറ്റലിയിലെ വിദർഭോയിൽ ഒരു ബിഷഗ്ഗരന്റെ മകളായി ജനനം. താൻ സ്നേഹിച്ച ഒരു യുവാവിന്റെ മരണത്തിൽ മനംനൊന്ത് അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു. എന്നാൽ വിധവയായ തന്റെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ തിരികെ പോന്നു. സായാഹ്നങ്ങളിൽ ജപമാല ചൊല്ലുവാൻ അയൽക്കാരെ ഒരുമിച്ച് കൂട്ടും. ആ ഒരു ആവൃത്തിക്കുള്ളിലെ ധ്യാന നിരതയോക്കാൾ ലോകത്തിൽ ഒരു അധ്യാപികയായിട്ടാണ് തന്റെ ദൈവവിളി. തന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടികൾക്കായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു. കർദിനാൾ ബാർബറിഗോ മോന്തെഫിയാസ്കോ രൂപതയിൽ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കാനും അധ്യാപകരെ പരിശീലിപ്പിക്കാനും നിയോഗിച്ചു. തന്റെ കൂടി ശ്രമഫലമായി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കാൻ ശക്തി സംഭരിച്ചു. ലോകത്തെ ഒരു വലിയ വൃത്തമായി ഭാവന ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദിവ്യബലി അർപ്പണത്തെ പിതാവിനെ സ്വയം സമർപ്പിക്കാൻ യേശുവിനെ അവർ ധ്യാനിച്ച് ആ തടസ്സങ്ങളെ സധൈര്യം നേരിട്ടു. പിന്നീട് റോമിലും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചു. വലിയ വിദ്യാലയം സ്ഥാപിച്ചു. മാർപ്പാപ്പയോട് ഈ വിദ്യാലയത്തിലെ പ്രശംസിച്ചുകൊണ്ട് 72-ാം വയസ്സിൽ റോമിൽ വെച്ച് റോസ് വെനേറീനി ദിവംഗതയായി. പ്രിയമുള്ളവരെ, ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഒരു വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, നാം ഇന്ന് വിശുദ്ധ റോസ് വെനേറീനിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു.